രാജ്യത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ആരും അവകാശപ്പെടാതെ കിടക്കുന്ന പണം അവകാശികളായ പൗരന്മാർക്ക് തിരികെ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ധനകാര്യ സേവന വകുപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം. തൃശൂരിൽ നിന്നും അജയ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യൻ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 98,000 കോടി രൂപയാണ്. ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ പണമാണ്. ഈ പണം വീണ്ടെടുക്കാൻ ഇപ്പോൾ ഒരു അവസരമുണ്ട്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ആപ്കി പൂഞ്ചി ആപ്കി അധികാർ, നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം, ഈ ക്യാമ്പയിനിലൂടെ ഇപ്പോൾ ഈ പണം ജനങ്ങൾക്ക് വീണ്ടെടുക്കാം. രാജ്യത്താകമാനം നടക്കുന്ന ഈ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിലും നടക്കുകയാണ്. ഇതിനെപ്പറ്റി നമ്മളോട് കൂടുതലായി സംസാരിക്കാൻ തൃശൂർ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ അജയ് ഇ.കെ. നമ്മളോട് കൂടിയുണ്ട്. സാർ, ഈ ക്യാമ്പയിൻ രാജ്യം മൊത്തം നടക്കുകയാണ്, തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നിരിക്കും, ഇവിടെ തുടക്കമിട്ടിരിക്കുകയാണ്. എന്താണ് തൃശ്ശൂർ ജില്ലയിലെ ഈ കെട്ടിക്കിടക്കുന്ന തുകയുടെ ഒരു കണക്ക്? നോക്കൂ, നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം 10,50,000 അക്കൗണ്ടുകളിലായി 241.47 കോടി രൂപയാണ് ഇത്തരം നിഷ്ക്രിയ അക്കൗണ്ടുകളായിട്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രമുള്ളത്. കേരളത്തിന്റെ ഒരു കണക്കെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 94 ലക്ഷം അക്കൗണ്ടുകളിലായി 2,133 കോടി രൂപയാണ് ഇത്തരം പൊതുജനങ്ങളുടെ നിഷ്ക്രിയമായിട്ടുള്ള പണമായിട്ട് ബാങ്കുകളിലും മറ്റും കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇത്തരം കെട്ടിക്കിടക്കുന്ന തുകകൾ തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം റിസർവ് ബാങ്കും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഡിസംബർ 19-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച തൃശ്ശൂർ ജില്ലയിലെ കുറുപ്പം റോഡിലെ കേരള ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത്. ഈ ക്യാമ്പുകളിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബാങ്കുകളും പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടു കൂടിയും റിസർവ് ബാങ്കിന്റെയും SLBCയുടെയും സംയോജിതമായ സഹകരണത്തോടു കൂടി ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പരിപൂർണ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. കൂടാതെ ഈ ക്യാമ്പിൽ LIC, IRDA, സെബി തുടങ്ങിയ ഏജൻസികളും അവരവരുടേതായിട്ടുള്ള അക്കൗണ്ടുകളിലെ ഈ നിഷ്ക്രിയത്വം നികത്തുന്നതിനായിട്ടുള്ള സൗകര്യം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എനിക്കൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെട്ടിക്കിടക്കുന്ന തുക തിരിച്ചെടുക്കാന്ന് പറയുന്നത് നോമിനി എത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതിനുള്ളൊരു അവസരം ഉണ്ടായിരിക്കുള്ളൂ, അതോ ഇതിന്റെ അവകാശികളായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും സാധിക്കും? അതായത് നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. 10 വർഷം ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ, ആ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആള് ജീവനോട് കൂടി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരിട്ട് വന്ന് ഇത് ചെയ്യാവുന്നതാണ്, അക്കൗണ്ട് പുനർജീവിപ്പിച്ച് എടുക്കാവുന്നതാണ്. രണ്ടാമതൊരു കേസ്, ഈ വ്യക്തി മരിച്ചു പോയിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശികളായവർക്ക് അവകാശിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമേതം വന്ന് ഈ ക്യാമ്പിൽ പങ്കെടുത്ത് ഈ അക്കൗണ്ടിലെ പൈസ അവർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തിരിച്ചെടുക്കാവുന്നതാണ്. ഇതിനെല്ലാമുള്ള സൗകര്യം ഈ ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ ക്യാമ്പിനോട് തുടർന്ന് ഇതേ കാര്യങ്ങൾ അതത് ബാങ്കുകളിലും ഈ ഡിസംബർ 31 വരെ തീർച്ചയായിട്ടും ബാങ്കുകളിൽ നിന്നും ഈ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.